അസ്സലാമു അലൈക്കും. ആയിഷ ആഷിം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തലക്കറിയാണ്. എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവരും എങ്ങനെ ആക്കലെന്ന് അറിയില്ല. ഞാൻ തല കൊണ്ടാന്ന് കട്ട് ചെയ്തിട്ടാണ് ഹസ്ബൻഡ് കൊണ്ടുവന്നത്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി അതിന് വേണ്ടുന്ന സാധനങ്ങൾ വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, തക്കാളി, ഒരു വലിയ ഉള്ളി, ഇതാണ് വേണ്ടത്. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി വേണം, അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുക്കുക. പിന്നെ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ച്, പിന്നെ വെളുത്തുള്ളി ചതക്കുന്നതിനെക്കാട്ടും നല്ലത് കട്ട് ചെയ്തതാണ് നല്ല രസം. പിന്നെ ഇഞ്ചൊന്നും ഇരിയാൻ എടുക്കലില്ല. പിന്നെ വെക്കുമ്പോൾ വലിയ പാത്രം വെക്കണം. വലിയ പാത്രം വെച്ചാൽ നമുക്ക് ഇളക്കാനെല്ലാം നല്ല വൃത്തിയിലാവുക, ഉടഞ്ഞു പോവില്ല. അധികം ഇടുങ്ങിയ പാത്രത്തിലാകുമ്പോൾ ഉടഞ്ഞു പോകും. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇടുക. കടുക് ഞാൻ കുറച്ച് കൂടുതലിടും. എനിക്കൊരു ഇഷ്ടം അങ്ങനെയാണ് കാണണമെന്ന്. പിന്നെ എന്നിട്ട് ഞാൻ മുറിച്ച് വെച്ച് കടുക് പൊട്ടിക്കാൻ ഞാൻ മുറിച്ച് വെച്ച വെജിറ്റബിളെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഉടയണമല്ലോ, ഈ തക്കാളി ഉള്ളിയെല്ലാം കുറച്ചൊന്ന് ഉടഞ്ഞ് കിട്ടണം, എന്നാലും അതിനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് പിന്നെ എന്താ പറയുക, കുറേ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ വേഗം ഒന്നും ഉടഞ്ഞ് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിടുക. ഉപ്പിട്ടാൽ വേഗം ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും എത്തണം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മസാല ഇട്ട് കൊടുക്കുക. ഞാൻ മുളക് പൊടി കാശ്മീരി മുളകും സാദാ മുളകും കൂടി പൊടിപ്പിച്ചതാണ് വീട്ടിൽ നിന്ന് തന്നെ. പിന്നെ അത് എൻ്റെ ഹസ്ബൻഡിന് നല്ല എരിവ് വേണം, അതുകൊണ്ട് ഞാൻ 5 സ്പൂണോളം ഇടുന്നുണ്ട്. ആ ചെറിയ സ്പൂണിൽ 5 സ്പൂൺ 6 സ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി, അത് നമ്മളൊരു കണക്കല്ലേ, നമ്മളൊരു കണക്കനുസരിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. പിന്നെ കുറച്ച് ഞാൻ എന്താ പറയുക, കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് കുരുമുളക്. വേറെ മസാലയൊന്നും അധികം ഞാൻ ആക്കുന്നില്ല. അത് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല, കൂടുതൽ നാടൻ രീതിയിലാണ് ഇഷ്ടം. എന്നിട്ട് ഇത് ആക്കിയിട്ട് പിന്നെ നല്ലപോലെ ഇളക്കുക. പിന്നെ ഇളക്കിയിട്ട് വെച്ചാൽ ഇത് പച്ചമണം നല്ലോണം മാറണം. നല്ലോണം പച്ചമണം മാറി വരുമ്പോൾ അതിൻ്റെ ഒരു രുചി കിട്ടുക. ഇത് വാടിക്കഴിഞ്ഞാൽ നല്ല കറിക്ക് നല്ല ചുവപ്പും കിട്ടും, ചുവന്ന കളർ. അല്ലെങ്കിൽ ചില കറികളൊന്നും അത്ര നമുക്കൊരു വെള്ളം പോലെയല്ലെന്ന് തോന്നും. ഇത് നല്ലോണം വാടിക്കഴിഞ്ഞാൽ നല്ല വൃത്തി കാണാൻ കഴിയും. പിന്നെ ഇത് പുളിവെള്ളം ഞാൻ ഒഴിച്ചതാണ്. പുളിയെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് കുറച്ച് പുളി കൂടുതൽ വേണം, അതിനനുസരിച്ചുള്ള പുളി ഒഴിച്ച്. പിന്നെ കുറേ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അധികം ഗ്രേവി ഇല്ലാണ്ട് കുറച്ച് നല്ലോണം വറ്റിച്ച രീതിയിൽ തൊട്ട് കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് ആക്കേണ്ടത്. അതാ രുചി. കപ്പക്കായാലും ചോറിനായാലും അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. തിളക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കരുത്, തിളച്ചതിന് ശേഷം ഇടാൻ പാടുള്ളൂ. തിളച്ചിട്ട് നല്ല എല്ലായിടത്തും ഇങ്ങനെ കഴിയുന്നതും എല്ലായിടത്തും മസാല എത്തണം. അത് കുറച്ച് വെള്ളമല്ലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ മസാല എത്താൻ കുറച്ച് ഇതുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നല്ലോണം അമർത്തിയിട്ട് അതവിടെ പൊത്തി വെച്ച് കൊടുക്കുക. പിന്നെ അത് ആ സമയമാകുമ്പോഴത്തേക്ക് നല്ല വൃത്തിയിലങ്ങ് ആയിക്കോളും. ഉപ്പെല്ലാം എല്ലാവരും ഇതിന് നോക്കിയിട്ട് ഇടണം. ഞാൻ ഉപ്പ് നോക്കിയിട്ട് എൻ്റെ ഇതിനാണ്. അതിനിടയ്ക്കെല്ലാം ഉപ്പ് നോക്കുന്നുണ്ട് ഞാൻ, അതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും അവരുടെ ഇതിന് നോക്കിയിട്ടിടുക ഉപ്പ്. പിന്നെ അതിൻ്റെ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ആ സമയത്ത് ഞാൻ ഇപ്പുറത്തുനിന്ന് കുഞ്ഞുള്ളി മുറിച്ചിടില്ല, കാച്ചാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞുള്ളി. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ കാച്ചണം. കുഞ്ഞുള്ളി കാച്ചാൽ ഉള്ളി ഞാൻ കുറച്ചല്ലേ ഒരു ഉള്ളിയല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞുള്ളി ഞാനെല്ലാം വാടിക്കഴിഞ്ഞാൽ നല്ല രുചിയാണ്, അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. അപ്പോൾ കുറച്ച് തോനെ കുഞ്ഞുള്ളി എടുത്തോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ചുവ വരിക. അപ്പോൾ അതൊന്ന് ഒതുങ്ങി വാടി വരുമ്പോൾ ഞാൻ ലേശം കൂടിയും കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് എന്താ പറയുക, നല്ലോണം ഒന്ന് ഇളക്കി സെറ്റായതിന് ശേഷം ഞാൻ കാച്ചി ഒഴിക്കുന്നതാണ് ഇതിൽ കറിയിൽ അങ്ങ് ഒഴിക്കുക. അപ്പോൾ കറി നല്ലോണം വറ്റിയിട്ട് അതിലേക്ക് ഞാൻ കാച്ചിയത് ഒഴിച്ച് കൊടുക്കും. നല്ല വറ്റി വരുമ്പോൾ അത് രസം ഉണ്ടാവുക. നല്ല ഗ്രേവി കണ്ട ചുവന്ന കളറും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഞാൻ എന്ത് ചെയ്യും, നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് വെക്കും. പിന്നെ നല്ല രുചിയാണ് കഴിക്കാൻ. പിന്നെ എന്താ പറയുക, എല്ലാവരും ഒന്ന് ആക്കി നോക്കുക. ആക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ഇതിലാക്കുന്നതാണ്, എനിക്കറിയുന്ന പോലെയാണ് ഞാൻ ആക്കുന്നത്. പക്ഷെ നല്ല രുചിയാണ്, നല്ല രസമുണ്ട്, നല്ല രുചിയുമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.